മുസ്ലിങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ്, അവരെല്ലാവരും ഇന്ത്യക്കാരുമാണ് എന്ന് കരുതി 2047 മലബാർ രാജ്യം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനും വേണ്ടി സാധിക്കില്ല. 14 MLA മാര്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, 20 മിനിറ്റത്തെ പരിപാടി. ദുരൂഹമാണ് മെക് 7. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കൂടുതൽ കനക്കുകയാണ്. കൂടുതൽ ദുരൂഹമായിട്ടുള്ള ഒരുപാട് പ്രവർത്തികൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളുമാണ് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും 2047 മലബാർ സംസ്ഥാനം രൂപീകരിക്കുകയെങ്കിലും വേണം എന്ന ലക്ഷ്യമാണ് മെക് 7 പുറകിലുള്ളതെന്ന് പറയുന്നത് ഞാനല്ല. ഈ ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ജാമിദ ടീച്ചറാണ്. ജാമിദ ടീച്ചറുടെ ഒരു വീഡിയോ ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട്. അവർ വളരെ രൂക്ഷമായിട്ട് ഇതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 14 MLA മാർ, ചില MP മാർ ഒക്കെ ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. മുൻ മന്ത്രിമാർ, നിലവിൽ മന്ത്രിയൊക്കെ ആയിരിക്കുന്ന ചിലർ ഒക്കെ ഇവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഇത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ ഈ 20 മിനിറ്റത്തെ വ്യായാമ പരിപാടിയിൽ അവരും ഭാഗവാക്കാകുന്നു. ഇതൊക്കെയാണ് ടീച്ചർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 2022 ശേഷം, ഇത് 2012 തന്നെ ആരംഭിച്ച, അല്ലെങ്കിൽ 2012 ശേഷം ആരംഭിച്ച ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിതൊക്കെ ചർച്ച ചെയ്തതാണ്. ഒരു സൊലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു പാരാമിലിറ്ററി ഒരു സൈനികൻ, അദ്ദേഹം വിരമിച്ച സൈനികനാണ്, അദ്ദേഹം ആവിഷ്കരിച്ച പദ്ധതിയാണ്. പക്ഷെ അത് 2022 വരെ അതിന് വലിയ പോപ്പുലാരിറ്റി ഇല്ലായിരുന്നു, അതിന് പ്രശസ്തി ഇല്ലായിരുന്നു, അത് വലുതായിട്ട് വ്യാപിച്ചിരുന്നില്ല. ഒരു ചെറിയ പ്രദേശത്ത്, കൊണ്ടോട്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ഒതുങ്ങി നിന്നിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അത് 1000-ലധികം യൂണിറ്റുകളായിട്ട് മലബാറിലെമ്പാടും അത് വ്യാപിക്കുക. അതാണ് പെട്ടെന്ന് ഈ സംശയത്തിന് ഇടയാക്കിയത്. എന്തായാലും ഈ പറയുന്നത് പോലെ ഇപ്പോൾ ജാമിദ ടീച്ചർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ മുൻ മന്ത്രി, ഇപ്പോൾ നിലവിൽ മന്ത്രിയായിരിക്കുന്ന ഒരാൾ, MLA മാർ, MP മാർ, പോലീസ് ഓഫീസർമാർ ഒക്കെ അതുമായിട്ട് സഹകരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനകത്തൊരു വലിയ വിഷയമുള്ളത്, ഈ പറയുന്നത് പോലെ ഒരു പ്രത്യേക രാഷ്ട്രം അല്ലെങ്കിൽ പ്രത്യേക സംസ്ഥാനം ആവശ്യപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം അതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നിപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് പദ്ധതിയാണോ ഇത് എന്ന് ഇപ്പോഴും ഉറപ്പാക്കിയിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ NIA-യും റോയും IB-യും ഒക്കെ ഇത് പരിശോധിക്കുന്നുണ്ട്, അവരുടെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. എങ്കിലും ഇതിനെ സംബന്ധിച്ച് ഇപ്പോഴും കേരളത്തിലെ പോലീസ് ഒരക്ഷരവും മിണ്ടുന്നില്ല. എന്താണ് അതിൽ ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമായിട്ടുള്ളത്, ഇതിൽ ഒരുപാട് MLA മാർ, അതോടൊപ്പം തന്നെ നിരവധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇതുമായി ബന്ധപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഇത് നിയമത്തിന്റെ കണ്ണിൽ ഇത് ശരിയാണോ, ഇത്തരം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുക? അല്ല, അവർക്ക് ഇതിനകത്തൊരു നിയമപ്രശ്നമുണ്ട്. അത് ഇവർ പങ്കെടുക്കുന്നതല്ല. MLA മാർ, MP മാർ അവരൊക്കെ ജനപ്രതിനിധികളാണ്. നാട്ടിലേത് പരിപാടി നടന്നാലും അവരെ ക്ഷണിക്കും, അവർ പോവും, പങ്കെടുക്കും. അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഗൂഢ ഉദ്ദേശങ്ങളുണ്ടോ, ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റിയെന്ന് വരത്തില്ല. അത് അന്വേഷിച്ചറിയാനാണ് സമാന്തരമായിട്ട് വേറൊരു സംവിധാനം ഈ രാജ്യത്തുള്ളത്, പോലീസ് അല്ലാതെ. പോലീസിനുള്ളിൽ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട്, പോലീസിന് പുറത്ത് രഹസ്യാന്വേഷണ ഏജൻസിയുണ്ട്, IB, ഇൻ്റലിജൻസ് ബ്യൂറോ പോലെയുള്ളത്. അതുപോലെ റോ ഉണ്ട്, റിസർച്ച് ആൻഡ് അനാലിസിസ്, മിലിറ്ററി ഇൻ്റലിജൻസ് ഉണ്ട്. ഇവരൊക്കെ ഇത്തരം കാര്യങ്ങൾ രാജ്യത്തിനുള്ളിൽ നടക്കുന്നതും രാജ്യത്തിന് പുറത്ത് നടക്കുന്നതും രാജ്യത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും പുറത്തുനിന്ന് രാജ്യത്തിലേക്ക് വരുന്നതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരിശോധിക്കും. തീർച്ചയായിട്ടും അതൊക്കെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഇവിടെ MLA മാർ, MP മാർ, പോലീസ് ഉദ്യോഗസ്ഥർ, മന്ത്രി, മുൻ മന്ത്രിയൊക്കെ പോകുന്നതും പങ്കെടുക്കുന്നതും അല്ല തെറ്റ്. ഇതിനകത്ത് വേറൊരു വലിയ നിയമപ്രശ്നമുണ്ട്. അതെന്താണെന്ന് മനസ്സിലായോ? എന്താണില്ല. അതായത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ഒരാൾ, പോലീസിൽ നിന്ന് വിരമിച്ച ഒരാൾ, ആ ആളിന് താൻ നേടിയ സൈനികമായ പരിശീലനം അറിയാലോ, സൈനിക പരിശീലനം, പോലീസിൽ നിന്ന് ലഭിക്കുന്ന പരിശീലനം, ഇതൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടി അവരെ പരിശീലിപ്പിക്കാൻ പാടില്ല. ശരി.
അത് കുറ്റകൃത്യമാണ്. പരിശീലനം പക്ഷെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പരിശീലനം നടന്നു. സൊലാഹുദ്ദീൻ ഇങ്ങനെ ഒരു പരിശീലനം കൊടുത്തു എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന വിവരം. അദ്ദേഹം സൈന്യത്തിലിരിക്കുമ്പോൾ രൂപീകരിച്ച ഒരു വ്യായാമ മുറയാണ്. അതിൽ സൈന്യത്തിൻ്റെ ചില ചിട്ടകളും ഒക്കെ കൂടെ ചേർത്തിട്ടാണ് അദ്ദേഹം ഇത് പൊതുജനത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിനകത്ത് നിയമപ്രശ്നമുണ്ടോ, നിയമലംഘനമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിയമവിദഗ്ധർ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടതാണ്. നമുക്കിത് അറിയില്ല, പുറത്തു വരുന്ന വാർത്തകളെ നമ്മൾ വിശകലനം ചെയ്യുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇതൊരു നിയമപ്രശ്നമാണോ, ഇതിന് നിയമപരമായ എന്തെങ്കിലും നിയമലംഘനം ഇതിൽ നടന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ബന്ധപ്പെട്ടവർ പറയേണ്ടി വരും. ഇവിടെ പറഞ്ഞതുപോലെ കേരള പോലീസ് അത്തരത്തിലുള്ളൊരു അന്വേഷണമോ അത്തരത്തിലുള്ളൊരു സമീപനമോ സ്വീകരിച്ചതായിട്ട് നമുക്കറിയില്ല. ഈ MEC-7 പരാതിയൊക്കെ ഉയർന്നു. CPM ആണ് ആദ്യം പരാതി പറഞ്ഞത്. പിന്നീടത് മുസ്ലിം ആത്മീയ സംഘടനകൾ, പുരോഹിതന്മാരുടെ സംഘടനകളൊക്കെ പരാതിയുമായിട്ട് രംഗത്ത് വന്നു. വലിയ ആരോപണങ്ങൾ ഉയർന്നു. സമസ്ത, AP അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗം, സുന്നി വിഭാഗം, അവരുടെ യുവജന സംഘടന ഒക്കെ വലിയ ആക്ഷേപങ്ങളും പരാതികളും ആരോപണങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നു. പക്ഷേ സാധാരണ രീതിയിൽ വലിയ ശബ്ദങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കേണ്ടത് BJP ആണ്. അവർ പ്രതികരിച്ചിട്ടുണ്ട് ചില ആളുകളൊക്കെ, എങ്കിലും വലിയ പ്രതികരണങ്ങൾ വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഏറ്റവും സംശയാസ്പദമായ കാര്യം 2022 ശേഷം കേവലം ഒരു വർഷം കൊണ്ട് 1000 യൂണിറ്റുകളിലധികം വ്യാപിച്ചു, എണ്ണം കൂടി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന വിഷയം. എങ്ങനെ ഇതിലേക്ക് കൂട്ടമായിട്ട് ആളെത്തി? ഇതിന് വിദേശത്തു നിന്ന് വല്ല ഫണ്ടിങ് ഉണ്ടോ? കാരണം ഇവർ വിദേശത്തും പ്രവർത്തിക്കുന്നുണ്ട്. UAE പോലെയുള്ള ചില രാജ്യങ്ങൾ, ചില അറബ് രാജ്യങ്ങളിലും ഇവർക്ക് യൂണിറ്റുകളുണ്ട്, അവിടെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി വിദേശവുമായിട്ട് ബന്ധം കൂടി വന്നപ്പോൾ വിദേശ ഫണ്ടിങ് ഉണ്ടോ, ഇവർക്ക് ഇത്രയും യൂണിറ്റുകൾ തുടങ്ങാനുള്ള ഒരു മൂലധനം എവിടുന്ന് കിട്ടി, ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യങ്ങളല്ലേ? അല്ല, ഇതിൻ്റെ മെമ്പേഴ്സ്, ഇതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ ഉള്ള മെമ്പേഴ്സ് പഴയ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിലെ ഏതാനും ആളുകളാണ് എന്നുള്ള ഇതിൻ്റെ അഡ്മിന്മാരൊക്കെ അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കേണ്ടത് പോലീസല്ലേ? ഇത് സ്ഥിരീകരിക്കേണ്ടത് മാധ്യമപ്രവർത്തകരുടെ ജോലിയല്ലല്ലോ. ഇത് സ്ഥിരീകരിക്കാനാണ് ഇവിടെ പോലീസ്, ഇൻ്റലിജൻസ് ബ്യൂറോ തുടങ്ങിയ ഈ പറയുന്ന രഹസ്യാന്വേഷണ വിഭാഗങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അവരാണ് ഇതിനകത്ത് ഒരു ഈ സത്യവും കള്ളവും വേർതിരിച്ച് കാണിച്ചുകൊണ്ട് ഇതിനെ ബോധ്യപ്പെടുത്തേണ്ടത് പൊതുസമൂഹത്തെ. അങ്ങനെ സംഭവിക്കുന്നില്ല. ഇതിപ്പോൾ ചില രാഷ്ട്രീയക്കാർ ആരോപണമായിട്ട് വന്നു, അതിന് ചിലർ മറുപടി പറഞ്ഞു, അങ്ങനെ പോവാണ്. പക്ഷേ ജാമിദ ടീച്ചർ ഇപ്പോൾ പറയുന്ന ഈ കാര്യങ്ങൾ, ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജാമിദ ടീച്ചർ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതാണ്. അത് വളരെ പ്രസക്തമാണ്. ഇതിനകത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഈ വിദേശ ബന്ധം കൂടെ വരുമ്പോൾ ISIS പോലെയുള്ള തീവ്രവാദ സംഘടനകൾ, കാരണം അവർക്കെല്ലാം ഇന്ത്യക്കുള്ളിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തണം, അല്ലെങ്കിൽ അവർ നടത്തിയിരുന്നു എന്നുള്ളതിന് നമുക്ക് പല തെളിവുകളും കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ചിലരൊക്കെ IS ചേരാൻ പോയവരുണ്ട്, അവരൊക്കെ പലരും അഫ്ഗാൻ ജയിലിലുണ്ട്, ചിലരൊക്കെ മരിച്ചുപോയി, വെടികൊണ്ട് മരിച്ചുപോയി, അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ നമുക്കറിയാം അല്ലേ? അതുപോലെ ഈ പാക് ചാരസംഘടനയായ ISIയുടെ ബന്ധം, ISIക്ക് ഇന്ത്യക്കുള്ളിൽ ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും നടത്താൻ താല്പര്യമുണ്ട്. മുമ്പും അത്തരം വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത്തരം ചില കാര്യങ്ങൾ അതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ? അപ്പോൾ ജാമിദ ടീച്ചർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരുടെ കാര്യം പറഞ്ഞല്ലോ. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുമ്പ് അവർക്ക് നമ്മുടെ കേരളത്തിലെ അഗ്നിശമന സേന ചില ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്നു. തീ പിടിച്ചാൽ എങ്ങനെ ആ തീ പെട്ടെന്ന് അണയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് അഗ്നിശമന സേന കേരളത്തിൽ എത്ര സംഘടനകൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര റെസിഡൻസ് അസോസിയേഷനുകൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട്? ഈ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? എന്തുകൊണ്ട് ഇവർക്ക് മാത്രം കൊടുത്തു, അല്ലാതെ മറ്റുള്ളവർക്ക് ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? ഈ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന് ഉത്തരം പറയാൻ കേരളത്തിലെ സർക്കാർ ഉൾപ്പെടെ ബാധ്യസ്ഥരാണ്. അവർക്കതിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം ഈ ടീച്ചർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് വളരെ പ്രസക്തിയുമുണ്ട്. എന്തായാലും MEC-7 അപകടകാരിയാണോ അല്ലയോ, അവർ 2047 പുതിയ രാജ്യം രൂപീകരിക്കാൻ ശ്രമം നടത്തുകയാണോ, പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ ശ്രമം നടത്തുകയാണോ, ഇതൊക്കെ ഇങ്ങനെ നാടൊട്ടുക്ക് ഇത്തരം അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്, സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇത് നിവർത്തി വരുത്തേണ്ടത് ബന്ധപ്പെട്ട അധികാരികളും ഉന്നത ഉദ്യോഗസ്ഥരും സർക്കാരുമൊക്കെയാണ്. അവർ ഇപ്പോഴും കുറ്റകരമായ മൗനം തുടരുകയാണ്.
ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് നമ്മുടെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ്, ഒരു സംഘടനയാണെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പ്രത്യേകിച്ചും പക്ഷെ അത് അന്വേഷിച്ചിട്ടേ പറയാവൂ, വെറുതെ പറയരുത്. പ്രത്യേകിച്ചും CPM-നെ പോലുള്ള ഒരു പാർട്ടിയിലെ ഉന്നത നേതാവ് തന്നെ, ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി തന്നെ, നമുക്കറിയാം കോഴിക്കോട് എന്ന് പറയുന്നത് മുസ്ലിം മെജോറിറ്റി വളരെ ഇതായിട്ടുള്ള ഒരു മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു പട്ടണമാണ്. അതെ, ആ ഒരു സ്ഥലത്തുള്ള ഒരു നേതാവ് തന്നെ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഏറ്റവും ഒടുവിലും പറഞ്ഞു നിർത്തുന്ന കാര്യം, ഇത് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിലെടുക്കണം. ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് സത്യം അറിയാൻ ആഗ്രഹമുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ? കുഴപ്പമില്ലെങ്കിൽ നമുക്കും സ്വീകരിക്കാം, എല്ലാവരും സ്വീകരിക്കുമല്ലോ ഇതിനെ. ഇതിനകത്ത് നിയമപ്രശ്നമുണ്ടോ? ഈ പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ പരിശീലിപ്പിക്കാനുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് ഇനി തെളിയേണ്ടത്, പുറത്തു വരാൻ. അത് കൃത്യമാണ്. എന്തായാലും അന്വേഷണ ഏജൻസികൾ ഒട്ടും എന്താ പറയുക അമാന്തം കാണിക്കാതെ വളരെ കൃത്യമായിട്ട് എന്താണ് ഈ MEC7-നുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പൊതുജനങ്ങളെ അറിയിക്കാനുള്ള എല്ലാ ബാധ്യതയും അവർക്കുണ്ട്. വ്യായാമം എന്ന പേരിൽ ശരിക്കും വ്യായാമം തന്നെയാണോ പഠിപ്പിക്കുന്നത്, അതോ വല്ല രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും വളരെ സൂക്ഷ്മവും വളരെ സട്ടിലായിട്ടുമാണോ കുത്തിക്കയറ്റുന്നത് എന്ന് അന്വേഷണ ഏജൻസികൾ തന്നെ കണ്ടെത്തട്ടെ, പൊതുസമൂഹത്തെ അറിയിക്കട്ടെ. നമുക്കെല്ലാവർക്കും ജാഗ്രത പാലിക്കാം ഈ MEC7.